उसको ऐसे लगा कि वही तो नहीं आ गया साइकिल पे। ओह वो वहीं सोई रही रात भर जमीन पे। ये आया सफाई करने के लिए। എത്ര ചേട്ടാ अरे ओ कौन आया वो? हाय 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 नमिता तो भी शॉक होगी कैसा रूम है वो। ഇതെന്ത് സംഭവം? ഉസ്മാനിക്ക് വിളിച്ചപ്പം രാവിലെ ക്ലീൻ ചെയ്യാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണല്ലോ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. നിങ്ങൾ എനിക്ക് ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. അത് ക്ലീൻ ചെയ്യണ്ട. പിന്നെ ഇതിങ്ങനെ കിടന്നാ മതിയോ? ഞാൻ ക്ലീൻ ചെയ്തോളാം. ആകെ അലമ്പാണല്ലോ. ഒരു മൂഡ് ഔട്ട്. ഇയാളാണോ ഇവിടെ താമസിച്ചിരുന്നത്? എന്തായാലും ഇത് നീ ഇവിടെ മ്യൂസിക് പഠിക്കാൻ വന്നാണോ അതോ കഥ വായിക്കാൻ വന്നാണോ? ആ കുരുവിളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് ഇവിടുന്ന് തന്നെ നമ്പർ കിട്ടിയത് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. നീ ആ കഥയും കുരുവിളെയൊക്കെ വിട്ട് ചുമ്മാ ഹാപ്പി ആയിട്ട് കുരുവിളെ വിടാം, പക്ഷെ കഥ കൊള്ളാം. ഈ കഥയും ജീവിതം എന്നൊക്കെ പറഞ്ഞ രണ്ടും രണ്ടാ കേട്ടോ. അതെ ബോട്ട് പോകും. ये तो वही है हाँ पुलिस पत्थर फेंक रहा ओ वही है वो वही चोर से पहचान लिया उसको शायद। एक पुलिस वाला तो वही है कूद गया नदी में। ऐसे क्या देखा उन्होंने वहां अंदर? उसको सपने भी वैसे आ रहे हैं। मुझे लगा सही में आ गए वो। अच्छा अभी सर्च कर रही हूँ उसको ना। എന്റെ പൊന്നോ എങ്ങനെ സ്കൂട്ടായെന്ന് ആ പ്രാന്തം കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഇയാളെ ഒന്ന് തപ്പിത്തരാവോ? തപ്പാനാ കണ്ടുപിടിച്ചരാവോ? എന്റെ സിസ്റ്ററെ ഇതൊന്നും നമ്മുടെ റൗസറി കയറുന്ന ടീമല്ല. ഇതില് ആരെങ്കിലും മനസ്സിലായോ? ഇതെന്താണ് ആട് പോയിക്കാ ഇളമ്മടെ ആടകുട്ടിക്ക് പോലെ ഉണ്ട്. പിന്നെ ഇത് നല്ല പരിചയമുണ്ട്, പക്ഷെ ഫോക്കസ് അങ്ങോട്ട് കിട്ടുന്നില്ല. കിട്ടും കിട്ടും കിട്ടാനോട് പോരാ. ആ ഇതാണ് വീട്. അപ്പൊ ശരി ഞാൻ നിക്കണില്ല, ജർമ്മനിയിൽ ഒരു ടീം വെയിറ്റ് ചെയ്യണം. അപ്പൊ കാണാം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, എന്റെ കുറെ ബുദ്ധിമുട്ടുണ്ടായില്ലേ. റാഹിയ വെള്ളം. പിന്നത്തെ കാണണോന്ന് പറഞ്ഞത് അത് ഉസ്മാനിക്ക ആ മുറിയിൽ നേരത്തെ താമസിച്ചതാരാ? അതൊരു ജിന്നാണ് മകൻ. അതാണ് ഞാൻ മുറിയൊക്കെ जिन जिन क्या बोलते रहते उसको। അത് കയറിയല്ലേ. അത് താങ്ക്സ്. എനിക്ക് അവിടുന്ന് ഒരു കോമിക് ഒരു കഥ കിട്ടിയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി എന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി. അല്ല ആളെ ഒന്ന് കണ്ട. കഥയുടെ ബാക്കി തപ്പി നടക്കാൻ നിങ്ങൾക്ക് ഇത് പ്രാന്തുണ്ടോ? ദേ മൂപ്പര് ഇവിടെ വന്നപ്പോ വരച്ചിട്ടിട്ട് പോയത്. ഇതിന്റെ ബാക്കി എന്താന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. उसने बना रखी है ड्राइंग। वाव ഇത് പാത്തുമ്മാന്റെ വീട്. ഉമ്മ കുൽസുന്റെ വീട് എവിടെയാ? ഉമ്മ കുൽസുന്റെ വീടല്ലേ? ആ ഇപ്പൊ ശരിയാക്കി തരാം.
മൂപ്പരിപ്പ് എവിടെ ഉണ്ടെന്ന് അറിയോ? അത് മാത്രം ചോദിക്കരുത്. വിചാരിക്കും वही नहीं किसी को पता. അതാ പതിവ്. എപ്പോഴാന്ന് മാത്രം പറയാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴി? വിളിക്കാൻ ഫോണോ കത്തെഴുതാൻ വിലാസമോ ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും വന്നാൽ ഡേവിഡിന്റെ വീട്ടിൽ വരും. അവിടെ ടച്ച് ചെയ്തിട്ടേ വേറെ എങ്ങോട്ടെങ്കിലും പോകും. പള്ളിമേടയുടെ തട്ടുമ്പുറത്ത് മാലാഖമാരുണ്ടെന്നും പറഞ്ഞേ കൊച്ചിലെ തപ്പിപ്പോയ ആളാ നീ. അങ്ങനെ അല്ല എന്റെ ഇതെല്ലാം നല്ല ഉഗ്രൻ സ്കെച്ചുകളാ. പിന്നെ ഞാൻ താമസിക്കുന്ന റൂമും അയാളും ആ കള്ളനൊക്കെ തന്നെയാ ഈ കഥയിലുള്ളത്. തപ്പി തപ്പി ഒരുപാട് ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ. നിന്റെ ആങ്ങളെ വിളിച്ച് നമ്പർ ചോദിക്കുന്നു. അയ്യോ അതിപ്പോ കൊടുത്തേക്കല്ലേ, ഞാൻ പറയാം. ഞാനിപ്പോ ഒരാളെ കാണാൻ പോവാ, ശല്യപ്പെടുത്തുന്നു. ഓ ശരി. ये कौन है? वही स्कूटर हो तो. മിസ്റ്റർ ഡേവിഡ്, अब कहाँ जा रहे हैं उसके साथ? अच्छा शराब लेने के लिए भेज रहे हो उसको. हाँ ये तो वही है. उसकी फोटो और नीचे करूँगा. कुछ लिखा है उसमें? അവന് പ്രാന്താണെന്നാ നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുവോ? हैं? നീ എന്താ ആളുകളെ ഉമറെ, നീ കൂടുതൽ സംസാരിക്കരുത്. എടോ പണിക്കർ ഡോക്ടറെ, അവന്റെ ബർത്ത്ഡേ അവൻ അവന്റെ രീതിയിൽ അങ്ങ് നീ ആഘോഷിക്കും. മിണ്ടരുത്, നീ നേരെ ആവത്തില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അവൻ ചാവാത്താന്നോ അതോ ചത്തെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തോ? अच्छा वो लिखा है था उसमें अच्छा अपनी डेथ के बारे में. നിങ്ങൾ മുതിർന്ന ആൾക്കാരൊക്കെ എങ്ങനെ തുടങ്ങിയാലോ? സമാധാനായിട്ട് കുടിക്കേ, പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അടിച്ച് കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ഇട്ടതല്ലേ പരസ്യം. ഒരു മരണക്കളി ശരിക്കും അടാറ് പരിപാടിയായി. ഞാനങ്ങ് ത്രില്ലടിച്ചിട്ടെ ജയന്റ് വീലിൽ കയറിയ ഫീലായിരുന്നു. നമ്മൾ ഡെഡ് ബോഡി ആയാൽ ഏതൊക്കെ ബോഡീസ് കാണാൻ വരുമെന്ന് ഒരു സെൻസസ് എടുത്താൽ പിടികിട്ടും. പക്ഷെ പിടി കിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ. വെണ്ണിമലയെന്ന് കത്രീനാമ വന്നിരുന്നു. ഒട്ടും വയ്യ. സുന്ദരി കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചുമോനെയും കൂട്ടിയാ വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ വയ്യ, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരന് തീവണ്ടി ദാസ്. പിന്നെ എന്മകജയെന്ന് ചന്ദ്രൻ. എല്ലാവരും ഇഷ്ടം പോലെ തല്ലി. ഇനി അടി കിട്ടാൻ ഈ ബോഡിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. സ്നേഹം കൊണ്ടാ. അസേ നിങ്ങളെപ്പോലെ എല്ലാവർക്കും മുഴിഞ്ഞ സ്നേഹ. ഇനി പറ, ചത്തുപോയ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? വിഷമിപ്പിച്ചത് ഞാൻ എന്നാ തരണ്ടേ? പറ, ഇനി അടിക്കണം. അടിച്ചോ? കുറെ ആളുകൾ വന്നവരൊക്കെ അവൻ തന്നെ വാറ്റിയ ഡ്രിങ്കും അടിച്ച് വെളുക്കം വരെ പാട്ടും തീനുമായിരുന്നു. സെലിബ്രേഷൻ ഓഫ് ഡെത്ത്. എന്താ പേടിച്ചു? അവൻ താമസിച്ചെടുത്താ താമസം അല്ലേ? ഓക്കെ, അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ചിലർ ബാംഗ്ലൂരിൽ നിന്ന്, ചിലർ ഓഫണേജ്. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. പക്ഷെ ആദ്യമായിട്ടാ ഒരു പെൺകൊച്ച അവനെ അന്വേഷിച്ചു വരുന്നത്. അതെ, ഇങ്ങനെ ഒരു ഇൻസൈൻ പാർട്ടി തപ്പി നടക്കുന്ന വിവരം അവൻ അറിയോ?
അറിയില്ല. ये कहाँ जा रही क्या अब? अच्छा शूटिंग हो रही था. मुझे लगा क्या हो गई. उसकी शक्ल कैसे बना रखी है. ഇത് ഞാനാ പക്ഷെ ഞാനല്ല. ഇത് മറ്റവനാ. ये वो है तो എത്രയാണ്? यही हो. കാശ് അവര് തന്നു. अरे उसका भाई तो नहीं है कहीं. हाँ जुड़वा भाई ना ट्विंस होगा उसका. ऐसा हो सकता है. तभी कहता है ये मैं ही हूँ लेकिन मैं नहीं हूँ. അവളല്ലടാ പന്നി പറഞ്ഞ് എനിക്ക് അവനെ അറിയാൻ പാടില്ല. ഇറച്ചിമ മണ്ണൂറ്റോണി വിട്ടുപോടാ. സോറി സോറി, അയാളൊന്നും ചെയ്യല്ലേ. എനിക്കായിരുന്നു ആളെ കാണണ്ടേ. സോറി ചേട്ടാ, പ്ലീസ് പ്ലീസ്. ആളിവിടെ നിന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അന്വേഷിച്ചെത്തിയതാ. സോറി. अब कैसे बिठा दिया उसने. कुछ इंसिडेंट हुआ होगा ना इसके साथ. ഞാൻ അയാളെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ 50 പെരുന്നാളിന്റെ അന്ന് രാത്രി. ഞാൻ വിട്ടു. ये वो കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ ഞാൻ പത്രോസിനെ വിളിക്കും. എന്താണ് വേണ്ടേ? എനിക്ക് പത്രോസിനെ വേണം. എനിക്ക് പോണെന്ന്. എങ്ങോട്ട്? എനിക്ക് ദൂരെ പോണോ. പത്രോസേ, നീ പാറമേലോ പറമ്പിലോ പോയി തൂർ. എന്നാത്തിനാ കത്തി? വെള്ളം പോരാ. പെട്ടെന്നല്ലേ ഞാൻ വെയിറ്റ് ചെയ്യാം. ഹരിതിരികളെ ദരിദ്രികളെ ദുരിതിരികളെ ദരിദ്രി ഒന്നിൻ 20 പട്ടിണി വരുമത് പഴമൊഴി കരുതന്നെ പഠിച്ചിരുതേ. ഇനി അമ്മച്ചൊന്ന് പഠിക്കും. ये सबको दोस्त बना लेता अपना. ഇനി നമ്മുടെ അന്നമ്മ പാടും. പഠിക്കും. കരുതരി കളയരുത് കരുതരി കളയരുത്. ഇനി ചേട്ടനൊരു മാജിക് കളിച്ചു. डाइस. ഇതാ ഡൈസാ. ഇത് ആപ്പിളല്ലേ? ओह उसको मैजिक भी आता है. ദേ അപ്പന്റെ കത്തി. പിടിക്കടാ. പത്രോസ് ഹാപ്പിയല്ലേ? അപ്പൊ അടുത്ത അമ്പ് വരുന്നതാണ് മോഡ് അസുഖമൊക്കെ മാറിയിട്ട്. अच्छा इसकी बेटी बीमार है. പത്രോസേ വാ. അപ്പം പോവാണോ? ഞങ്ങൾ പോയിട്ട് പോരാം. മോൾ ഉറങ്ങിക്കോ. इसको लेके कहाँ जा रहे लेकिन. സാറേ വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്ത്. മാനത്തണ്ണി കാണണമെന്ന് പറഞ്ഞിട്ട് പാതിരാക്കി കടൽ കാണിക്കാൻ ഇറങ്ങിയതേ കട്ടിരമ കിടക്കണ കൊച്ചിനോർത്തിട്ടാണ്. എന്നിട്ട് എന്നോട് ഇമാര് ഉച്ചാണ്ടി പണിക്ക് കയറിട്ടെ സാറേ. സാറിന് ഒറ്റാൽ വെക്കണമെങ്കിൽ ലോഡ്ജിന് പോയി റൂം എടുക്കുന്നേ. പത്രോസിന് പ്രശ്നം ഇപ്പൊ എന്നാ? കാറിലിരിക്കുന്ന ആ കുട്ടിയാണ്. അത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് പത്രോസെ. പത്രോസും സ്വന്തം കുട്ടിയായിട്ട് കണ്ടാ മതി. നടക്കൂലേ സാറേ. സാറ് അങ്ങോട്ട് പിടിച്ചേ. പത്രോസിനെ ദീനം പിടിച്ചപ്പോ
അപ്പ എനിക്ക് നക്ഷത്രങ്ങൾ കാണുമെന്ന് പറഞ്ഞ പത്രോസ് എന്നായി? ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അതുപോലെ ഉള്ളൂ ഈ കുഞ്ഞിനെ നടുക്കടലിൽ പോകണമെന്നും മത്സ്യകന്യയെ കാണണമെന്ന് പറഞ്ഞപ്പോ നമ്മളായിട്ട് അതങ്ങ് സഹായിച്ചു കൊടുക്കണ്ടായി. ഒരു ചെറിയ ആഗ്രഹം. എന്റെ സാറേ 10-16 വർഷമായി ഞാൻ ഈ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്. ഞാനിതുവരെ മത്സ്യകന്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടാലോ? എന്റെ സാറേ ഇതൊക്കെ വെറും തോന്നലല്ലേ? എല്ലാം ഓരോ തോന്നലല്ലേ പത്രോസേ? താനും ഞാനും ഒക്കെ ആരുടെങ്കിലൊക്കെ തോന്നലാണെങ്കിലോ? ഇതാ നോക്ക്, കരയിലിറങ്ങി വന്നിരിക്കുന്ന മത്സ്യകന്യക. എന്താ ലുക്ക്! വാ, ഇത് പത്രോസ്, ഇത് ക്യൂൻ മേരി. ഒന്ന് പോ സാറേ, എന്റെ പേര് മറിയം. ഈ സാറാ എന്നെ കൂനിമേരി എന്ന് വിളിക്കുന്നത്. എന്റെ പേര് മത്തായിന്നാണ്. സാറേ ഉപ്പ് നോക്കണേ. ഉപ്പിന്റെ നടുക്ക് കിടക്കുമ്പോ ഉപ്പ് എന്തിനാണ് എന്റെ ഉപ്പേ? അല്ല ഇതിപ്പോ എന്താണ് പാതിരക്ക് കടല് കാണണമെന്നൊരു പൂതി? അതൊക്കെ ഈ സാറിന്റെ ഒരു കാര്യമാണ്. രൂപത്തിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണ പോലെ എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ അത് നമ്മുടെ അടുത്ത് ഡയലോഗ്. അത് കേട്ടോണ്ട് നമ്മളിരിക്കോ പൊക്കിയെടുത്തോണ്ട് അതിലെ പൂതരാക്കിങ് പോകുന്നത്. ഒരെണ്ണം ഒഴിച്ചു കൊടുക്കും പത്രോസേ. ഭയങ്കര നാണക്കാരിയാ. അയ്യോ നോക്ക് സാറേ, മത്സ്യകന്യക. അതെ, അത് കടല് കാണിക്കാൻ കൊണ്ടുപോണ രൂപമാണ്. അതിങ്ങനെ കടല് ചുറ്റും കരയിലും വെള്ളത്തിലുള്ളവരെ തുണച്ചോണേന്ന് കർത്താവ് കടലിനോട് പറയണം. പിന്നെ മീനിനോടും പറയും വലയിലോട്ട് കയറി ചെല്ലണം. കർത്താവ് പറഞ്ഞാലേ കടല് കേക്കത്തുള്ളൂ. സാറേ ഇവരെ ഏതാണ്? അവരാണ് മഗ്ദലേനക്കാരി മറിയം. അപ്പൊ സാറ് ക്രിസ്തുവാണ്. സമയം എത്രയായി? കണക്ക് വെച്ച് നോക്കിയാല് 16 ഭാഗം വന്നിട്ട് 12 മണിയായിട്ടുണ്ട്. കൃത്യം കൃത്യം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ കത്തിയെടുക്ക്. വാ. ക്യൂൻ മേരി, മേരി കുട്ടി എഴുന്നേറ്റേ. കത്തിയെടുത്തേ. उसको बर्थडे सेलिब्रेट करेगा. കത്തിയെടുക്ക്. പ്രിയപ്പെട്ടവളെ, ക്ഷീണമില്ലാത്ത തിര പോലെ ജീവിക്കുക, കടലിനെ പോലെ ആയുസ്സുള്ളവളാവുക. ഇനി ആ കേക്ക് കട്ട് ചെയ്തേ. മീൻ കേക്കാം. കട്ട് ചെയ്തോ? എന്താണ് മേരി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മേരി, ഹാപ്പി ബർത്ത്ഡേ ടു इमोशनल हो रही. ഹാപ്പി ബർത്ത്ഡേ മേരി, ഹാപ്പി ബർത്ത്ഡേ മേരി. എന്റെ സുന്ദരി, ഈ കടലിന് നിന്റെ കണ്ണീരിന്റെ ഉപ്പ് വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കണം. ജീവൻ ദേ ഇങ്ങനെ പത്രോസേ, ടൈറ്റാനിക്കിലെ നായികയെ കണ്ടോ? വെറും പാവ. ഒരു പൂക്കാണ്ടി മോനാ കെട്ടിയത്. കെട്ടിയതിന്റെ പിറ്റേന്ന് മുതൽ അവൻ കൂട്ടിക്കൊടുപ്പോയി. പിന്നെ ഇത്രയും നാളവൻ മേരിയെ വിറ്റ് പുട്ടടിച്ചു. 2 ആഴ്ച മുമ്പ് മേരിക്കൊരു പനി. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മരുന്നില്ലാത്ത അസുഖം. എയ്ഡ്സാ. My God. പത്രോസേ, മേരി കൊച്ചിന് ഒന്നൂടെ ഒഴിച്ചു കൊടുത്തേ. तभी वो इतनी सैड दिख रही थी. कहाँ चली? मेरी कहाँ चली गई वो? मेरी अरे वो तो सुसाइड कर लिया सर. मेरी मेरी
ചാടിയന്റെ പിറകെ അയാൾ എടുത്ത് ചാടി. ചൂണ്ട വലിക്കുമ്പോൾ ഒറ്റ വലിക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോണ കടലാണ്. അവള് തീരാൻ തന്നെ ചാടിയതാണ്. എവിടെ കിട്ടാനാണ്? കുറെ നേരം കഴിഞ്ഞ് അയാൾ നീന്തി കയറി വന്ന് ഒന്നും മിണ്ടാതെ ബോട്ടിന്റെ തുഞ്ചത്ത് പോയി കിടന്ന് കുറെ നേരം കരഞ്ഞു. ആദ്യമായിട്ടും അവസാനമായിട്ടും അന്നാണ് ഞാൻ അയാളെ കാണുന്നത്. ഈ പടമൊക്കെ എപ്പോ അയാൾ വരച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല. വാ, എന്റെ മോളാണ്. ഇവളിടയ്ക്ക് അങ്ങനെ ചോദിക്കും. വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പതുക്കെ. അന്ന് കൊച്ചിന് മേജിക്ക് കാണിച്ചെന്ന അങ്കിളില്ലേ, അങ്കിളിൽ അന്വേഷിച്ചു വന്നാണ്. എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ചേച്ചി അങ്കിളുടെ ആരാ?